ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൂപ്പർ മോം സീരീസ് നിന്ന് ഫെബിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ പുണ്യ റമദാൻ മാസത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ. അപ്പോൾ റമദാനിന് മുന്നോടിയായിട്ടുള്ള ചെറിയ ചെറിയ ഒരുക്കങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ലാസ്റ്റായിട്ട് വീഡിയോ ഇട്ടത് നാട്ടിലുള്ളപ്പോഴായിരുന്നു. അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഗ്യാപ്പ് വരാൻ കാരണമുണ്ട് കേട്ടോ. ഒന്നാമത് റമദാൻ ആയതുകൊണ്ട് തന്നെ അതിന് മുൻപ് ചെയ്ത് തീർക്കാനുള്ള കുറച്ച് ഓർഡേഴ്സെല്ലാം ഉണ്ട്. അതിൻ്റെ ക്ലോത്ത്സൊക്കെ മിക്കവാറും കളേർഡ് അബായസൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം പർച്ചേസ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് ടെൻഷനില്ല, പക്ഷേ കളേർഡും അതുപോലെ പ്രിൻറ്റഡൊക്കെ ആകുമ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കുറച്ച് ക്ലയൻസിൻ്റെ ഹൗസ് വാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രോക്കറി ഓർഡേഴ്സ് അതൊക്കെ ഏകദേശം ഒരു ഹാഫ് പോർഷനൊക്കെ കളക്ട് ചെയ്ത് വെച്ചു. അതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതെല്ലാം തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ ഞാനൊരു വ്ളോഗിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൾ സാറ അവൾ ചെയ്യുന്ന ആ ഒരു ഗിഫ്റ്റ് കസ്റ്റമൈസേഷൻ, അതിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് ഓർഡർ, അതായത് 300 ആൾക്കാർക്കുള്ള ഒരു എൻഗേജ്മെൻറ്റ് ഓർഡർ, അതിൻ്റെ ഫുൾ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ഇനി മേ ബി അതിപ്പം റമദാൻ്റെ ടൈമിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഇതിൽ കുറച്ച് ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാ കഴിഞ്ഞ ദിവസം മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് പുറത്തേക്ക്. ഇവിടെ മൊത്തം ഒരു റമദാൻ വൈബിലാണ് ഉള്ളത്. ഷോപ്പിംഗ് മോൾസിൽ പോകുകയാണെങ്കിലും റോഡ്സിലായാലും എല്ലാം ഇങ്ങനെ ഒരു റമദാൻ ലൈറ്റിങ്സും സംഭവങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ആ ഒരു ഫീൽ വേറെ തന്നെയാണ്. ഭയങ്കര രസമാണ് ഈ റമദാൻ ടൈമിൽ നമ്മുടെ ഈ GCCയിൽ പൊതുവേ എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആ ഒരു വൈബിലാണ് എല്ലാവരും ഉള്ളത്. അങ്ങനെ ഞങ്ങളിത് ഒരു ഗിഫ്റ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഡെക്കോർ ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ചു. റമദാൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഡെക്കോർ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ്. ഇത് നമ്മുടെ ഡേറ്റ്സ് ഇടാനുള്ള ഒരു ചെറിയൊരു ഡെക്കോറാണ്. അപ്പം അത് വാങ്ങി അങ്ങനെ ഒരു 3-4 സാധനങ്ങൾ കളക്ട് ചെയ്തു. ചെറിയ ചെറിയ സാധനങ്ങളാണ്. എന്തായാലും അതെല്ലാം അറേഞ്ച് ചെയ്യുന്ന വീഡിയോയും കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ കുറച്ച് ഐറ്റംസ് ഫ്ലാറ്റിലുള്ളതെല്ലാം റീപ്ലേസ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. സ്പൈസസ് റാക്കും അതുപോലെ സ്പൈസസ് ജാർസും എല്ലാം ഭയങ്കര ഹ്യൂജായിട്ടുള്ള കളക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ വന്ന ഈ ഒരു ഗിഫ്റ്റ് മാർക്കറ്റിൽ. ഞാൻ ഇൻഷാല്ലാ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു സംഭവം ഒരുപാട് പേര് എൻക്വയറി ചെയ്യാറുണ്ട്. എന്തായാലും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉടനെ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്യാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന തീമിനനുസരിച്ചുള്ള ഡെക്കോർ ഐറ്റംസ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഗിഫ്റ്റ് മാർക്കറ്റ്സിൽ നല്ല സെലക്റ്റീവായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പം പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന കൈൻഡ് ഓഫ് ഐറ്റംസ് അതൊക്കെ നമുക്ക് ഒന്ന് ഇറങ്ങി സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത്രമാത്രം കളക്ഷൻസ് ഇവിടെ പല ഷോപ്പുകളിലായിട്ടുണ്ട്. അപ്പം ഞാനീ പോയ ഷോപ്പും ഏകദേശം ആ ഒരു കൈൻഡ് ഓഫ് ഷോപ്പാണ്. അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ലെന്ന് തന്നെ പറയാം. അവിടുത്തെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ കൂടുതലും ഇവിടുത്തെ ലോക്കൽ അറബ്സാണ്. അപ്പോൾ ക്ലയൻസിൻ്റെ ഐറ്റംസ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ കാണുമ്പം പല ഷോപ്പുകളിൽ നിന്നായിട്ട് ഓരോന്നായിട്ട് വാങ്ങിയതാണ്. എല്ലാം വളരെ ലോവർ പ്രൈസിലുള്ള സാധനങ്ങളുമാണ്. അങ്ങനെ എക്സ്പെൻസീവ് ഒന്നുമല്ല. അപ്പോൾ ഒരു കോർണറിൽ ചെറുതായിട്ടൊന്ന് ഡെക്കോർ ചെയ്തിട്ട് അവിടെ വെച്ചു. ഇനി കുറച്ച് ഗ്രോസറി പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ടൊന്ന് കളക്ട് ചെയ്യാണ്.
അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് എല്ലാം ഓരോന്ന് അതിൻ്റെ സ്ഥാനങ്ങളിലേക്ക് വെക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു പണി ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാലും അതെല്ലാം ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്. മുൻപൊക്കെ ഈ ഒരു ഫ്രോസൺ ഐറ്റംസും അങ്ങനത്തെ ഒക്കെ വാങ്ങി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊരു സ്പേസ് ഇല്ലാത്തൊരു ഫീലായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോഴും ഫ്രിഡ്ജ് മാറ്റിയല്ലോ, 4 ഡോറിലേക്ക് മാറിയപ്പം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല സൗകര്യമുണ്ട്. അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. എല്ലാ ഐറ്റംസും അതിനകത്തേക്ക് തന്നെ ഒപ്പിച്ചു. നമ്മുടെ ബെഡ്റൂമിലുള്ള കംഫർട്ട് സെറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോം സെൻറ്ററിലുള്ള ഒരു സെറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു സെറ്റ്. ഞാനതവിടെ ഡിസ്പ്ലേ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരെണ്ണം വാങ്ങി. നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ. അതായത് കംഫർട്ടറും പിന്നെ 2 പില്ലോ കവേഴ്സ്, അതുപോലെ 2 കുഷൻ കവേഴ്സ്, പിന്നെ ഒരു ചെറിയ പില്ലോ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെറ്റായിരുന്നു. മുൻപ് ഞാൻ 1-2 ക്ലയൻസിന് എടുത്ത് കൊടുത്തിട്ടുമുണ്ട് കേട്ടോ, അവരുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം അപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സെറ്റ്. അങ്ങനെ അത് വാങ്ങി. അതുപോലെ കിച്ചണിലുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കുന്ന ജാർസ് കുറേ ആയി യൂസ് ചെയ്യുന്നത്. ഏകദേശം 5 വർഷത്തോളമായി യൂസ് ചെയ്യുന്നു. ഞങ്ങൾ ഈ ഫ്ലാറ്റിലേക്ക് മാറുന്ന ടൈമിൽ വാങ്ങിയതായിരുന്നു. അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എനിക്കതിന് കണക്കായിട്ടുള്ള സാധനങ്ങൾ കിട്ടിയിട്ടില്ല. അതായത് ആ ഒരു ക്യാബിനകത്തേക്ക് കയറ്റി വെക്കാൻ പാകത്തിനുള്ള സൈസിലുള്ളത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞാനത് കണ്ടപ്പോൾ വേദന വാങ്ങി. എനിക്ക് ആ ഒരു ക്യാബിനകത്തേക്ക് കയറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഞാൻ നോക്കുമ്പോഴൊക്കെ നല്ല ഹൈറ്റുള്ള സെറ്റായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനൊരു സെറ്റ് കിട്ടിയപ്പോൾ വേദന വാങ്ങി. ഒരു 8 പീസ് വരുന്ന ഗ്ലാസ് ജാർ ഉള്ള ഒരു സെറ്റും പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു 4 വരുന്ന ഒരു ഗ്ലാസ് ജാർ സെറ്റ്, അങ്ങനെ 2 വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടും ഗ്ലാസ്സാണ്. കുറച്ച് കെയർ ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരും, എന്നിരുന്നാലും നല്ല ഭംഗിയുണ്ട്. എന്തായാലും അത് രണ്ടും ക്യാബിനകത്തേക്ക് കറക്റ്റ് സൈസായിരുന്നു. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ജാറിലേക്ക് ഞാൻ വിചാരിച്ചത് മഞ്ഞൾ, മുളക്, പിന്നെ മല്ലി, അതുപോലെ ഉപ്പ്, നമുക്ക് സ്ഥിരം യൂസ് ചെയ്യേണ്ട ഐറ്റംസ് ഇട്ട് കൊടുക്കുക. മാത്രമല്ല അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഇടാൻ പറ്റും. എനിക്ക് വേഗം മാറ്റുന്നതും ഭയങ്കര മടിയാണ് കേട്ടോ. മടിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിലുള്ള കാര്യങ്ങളായിട്ടല്ലോ. ഇതിലുള്ള ഐറ്റംസ് തീർന്നു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാൻ ഭയങ്കര മടിയാണ് പൊതുവേ. അപ്പോൾ ഈ കുറച്ച് സൈസ് ഉള്ളതായതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. കുറച്ച് കാലം എത്തുമല്ലോ, എന്തായാലും ഒരു 1 വീക്കെങ്കിലും എത്തുമല്ലോ മുളക്, മല്ലിയൊക്കെ. ഉപ്പും മഞ്ഞളും കുറച്ച് കാലം എന്തായാലും എത്തും. അപ്പോൾ അതിൻ്റെ പാകത്തിനുള്ളൊരു സൈസാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ട് സന്തോഷമാണ് ഈ ഒരു ജാറിൻ്റെ കാര്യത്തിൽ. അതുപോലെ മറ്റേതാണെങ്കിലും നമുക്ക് ഈ ചെറിയ ജീരകം, വലിയ ജീരകം, കടുക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് നമുക്ക് ഡെയിലി ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ ഇതെല്ലാം. അതെല്ലാം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യാബിനുണ്ട്, അവിടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ ഈസിയാണ്. നമുക്ക് നമ്മുടെ പണികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് നമ്മൾ അവിടെ ആ ചുറ്റുവട്ടം തന്നെ ആയിട്ട് വെക്കുന്നത്. എൻ്റെ പണികൾ കൂട്ടിത്തരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ സാനും കൂടിയുണ്ട് കേട്ടോ. വന്നിട്ടിരുന്നിട്ട് നല്ല മൊഞ്ചുള്ള കന്തൂറൊക്കെ ഇട്ടിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. എന്തായാലും റമദാൻ വ്ളോഗ് ആയതുകൊണ്ട് ആ കന്തൂറയും സാനും ഈ ഒരു വീഡിയോക്ക് നല്ല മാച്ച് ഉണ്ട്, മാഷാ അല്ലാഹ്. ചെറിയ ജാർ സെറ്റിലേക്ക് ഞാൻ നമ്മുടെ ഗരം മസാല ഐറ്റംസ്, ചെറിയ ജീരകം, വലിയ ജീരകം, അതുപോലെ ഉലുവ, കടുക്, ഇങ്ങനെ, പിന്നെ ഗരം മസാല, അങ്ങനെ 2 ഐറ്റംസ്, പിന്നെ കുരുമുളക് പൊടി, ഇതെല്ലാം നമുക്ക് സ്ഥിരം ആവശ്യമുള്ള ഐറ്റംസ് ആണല്ലോ. അതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചു. ഇനി ഇത് കൂടാതെ ഒരു 3-4 ചെറിയ മുൻപുള്ള കണ്ടെയ്നേഴ്സും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിന് കണക്കായിട്ടൊരു സെറ്റും കൂടി വാങ്ങാനുണ്ട്. ഞാൻ വിചാരിച്ചു ഈ 2 വാങ്ങിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അവിടെ സ്പേസും കാര്യങ്ങളെല്ലാം നോക്കി അതിന് കണക്കായിട്ടുള്ള വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് 3ാമത്തേത് വാങ്ങിയിട്ടില്ല. ഇനിയിപ്പം സാമ്പാർ പൊടി, അങ്ങനെ ഒരു 2-3 ഐറ്റംസ്, കോൺഫ്ലവർ, ഇങ്ങനെ ഒരു 2-3 ഐറ്റംസ് ഇട്ട് വെക്കാനുള്ള ഒരു സെറ്റും കൂടി വേണം. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം വാങ്ങണം. ഇത് നാട്ടിൽ നമ്മുടെ പറമ്പിലുണ്ടായ കുരുമുളക് കഴുകി ഉണക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തതാണ്. ഏകദേശം 2 കിലോളം ഉണ്ടെന്ന് തോന്നുന്നു. ജാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എന്തോ ദേഷ്യം പിടിച്ച് അങ്ങനെ അവൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവാണ്.
അതുപോലെ എൻ്റെ കൗണ്ടർ ടോപ്പിലുണ്ടായിട്ടുള്ള ഒരു സ്പൈസ് ജാർ സെറ്റ്, ആ ഒരു സെറാമിക്കിൻ്റെ സ്പൈസ് ജാർ സെറ്റ് അത് ഞാൻ മാറ്റുന്നുണ്ടായിരുന്നു. അത് കുറേ കാലമായി അതവിടെ കൗണ്ടർ ടോപ്പിൽ. അപ്പം മുൻപ് ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്തിട്ട് അധികം പഴക്കമില്ലാത്ത സാധനങ്ങൾ പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. അങ്ങനെ 2-3 ആൾക്കാരൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്റ്റ് ചെയ്ത ഒരാളെ നമ്പറിലേക്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവർ അബുദാബിയിലാണ്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് സാധനവും അവർ ആക്സെപ്റ്റ് ചെയ്തോളൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലത് അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഐറ്റംസ് ഞാൻ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, കാരണം മോശമാകാത്ത സാധനങ്ങൾ എന്തിനാണ് അവർ റീപ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ ഈ വീഡിയോയിൽ എല്ലാം ഇൻക്ലൂഡ് ആകുന്നത് കൊണ്ട് തന്നെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു മടുപ്പ് ഫീലാണ്. അതുകൊണ്ട് മാത്രമാണ് റീപ്ലേസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഞാനത് ആവശ്യമുള്ളവർക്കിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് എല്ലാം എടുത്ത് മാറ്റി വെച്ച് കൊറിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഐറ്റംസ് ഞാനിപ്പം മാറ്റി വെച്ച ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ കുറച്ചുകൂടിയും ഇനി ഐറ്റംസ് ഉണ്ട് ഒഴിവാക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇതുപോലെ ഇനിയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു പാക്കറ്റിൽ കാണുന്ന ഐറ്റംസാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഒന്നും തന്നെ മോശമായിട്ടൊന്നുമില്ല, ചെറിയ എന്തൊക്കെയോ പോരായ്മകൾ മാത്രമേ ഉള്ളൂ. കണ്ടില്ല, ഈ പ്ലേറ്റ്സൊക്കെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെ ഇല്ല. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. പിന്നെ 6 പീസസോ അങ്ങനെ എന്തോ ഉണ്ട്, 5-6 പീസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വെറുതെ കിടക്കുന്നതിനേക്കാളും ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം കൊടുക്കുന്നത്. ഇതൊക്കെ അങ്ങനെ യൂസ് ചെയ്യലില്ല ഞാൻ. ഒരു ക്രേസിന് അങ്ങ് വാങ്ങും, എന്നിട്ട് അവിടെ ഇങ്ങനെ വെറുതെ സ്ഥലം മുടങ്ങുന്ന രീതിയിൽ അവിടെ കിടക്കുന്ന ഐറ്റംസ് തന്നെയാണ് കൊടുത്തൊഴിവാക്കുന്നത്. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, അതിനു വേണ്ടിയാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നല്ലൊരു കാർട്ടണിലാക്കിയിട്ട് കൊടുത്തയക്കണം. ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യാനുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ക്യാബിനിലും എന്തെല്ലോ ഐറ്റംസ് ഉണ്ട് വെറുതെ കിടക്കുന്നത്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇൻഷാ അല്ലാ ഒരു ബോക്സ് ആക്കിയിട്ട് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് അയക്കുന്നതിന് മുൻപ് ഇതെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അതങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഈ പാക്കറ്റിലിട്ടതാണ്. അപ്പം വേറൊരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതായത് നമ്മൾ നാട്ടിലേക്ക് നെക്സ്റ്റ് ബൾക്ക് സ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റംസ്, അതിൻ്റെ സാമ്പിൾസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4-5 ഐറ്റംസ് ഉണ്ട്. അൽഹംദുലില്ലാ അതിൻ്റെ എല്ലാം, അതായത് അതിൻ്റെ മൊത്തം സ്റ്റോക്ക് നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞു. അതിൻ്റെ ഓരോ പീസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 4-5 പ്രോഡക്റ്റാണ് നെക്സ്റ്റ് ഞങ്ങൾ നാട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നത്. അതായത് അയച്ചു കഴിഞ്ഞു. ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾ ഇപ്പം ഇടുന്നതിനും ഒരു 4-5 ഡേയ്സ് മുന്നേ സാധനങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു. കാരണം ഞാൻ സാധനങ്ങൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ആദ്യം സാധനങ്ങൾ അയച്ചതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതാകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ഒരു വീഡിയോ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമായിരിക്കും. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് കേട്ടോ. എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. എന്തായാലും ആ വീഡിയോക്കായി കാത്തിരിക്കുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് പ്ലീസ്. ഇൻഷാ അല്ലാ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.